ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിലേ ഉപാധ്യക്ഷ പദവിയും അർഹമായ പരിഗണനയൊക്കെ നൽകി മമതാ ബാനർജിയെ തിരിച്ചെടുക്കാമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മമതയ്ക്ക് ശക്തയാകാനുള്ള അവസരമാണ് തുറന്നിരിക്കുന്നത്. പക്ഷേ TMC കോൺഗ്രസിൽ ലയിക്കണമെന്ന ഉപാധിയോടെയുള്ള ഈ ഓഫർ മമത സശ്രദ്ധം പരിശോധിക്കുകയാണ്. ബംഗാളിലെ തിരിച്ചുവരവിനും സ്വന്തം നില മെച്ചപ്പെടുത്തുന്നതിനും മമത കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുമോ എന്നതിൽ ആകാംക്ഷ തുടരുകയുമാണ്. ഹലോ മലയാളം ഇനി പോകുന്നു ന്യൂസ് ആംഗിളിലേക്ക്. വിഷയത്തിൽ വിശകലനങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് ഗൗതം അമ്രകുഞ്ചമാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ 28 വർഷങ്ങൾക്ക് മുൻപ് മമത സ്വന്തം ജീവനും ജീവിതവും ഒക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു പാർട്ടി കൺമുൻപിൽ തന്നെ ചിന്നാഭിന്നമായി പോയ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഇത്രയും കാലം ബംഗാളിനെ ഭരിച്ചു, ഒരു പരാജയം നേരിട്ടു. പരാജയത്തിന് പിന്നാലെ സ്വന്തമായി കരുതിയ ആളുകൾ പോലും മറുകണ്ഠം ചാടി വിമതപക്ഷത്തേക്ക് പോയത് മമത നേരിൽ കണ്ടു. അങ്ങനെ മമത ആകെ ഒരു തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഓഫർ വന്നത് എന്ന വാർത്തകൾ വന്നതും. ഇതിനോട് മമത എങ്ങനെയാവും നിലപാടെടുക്കുക എന്നുള്ളതിനെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവരും സശ്രദ്ധം ആകാംക്ഷയോടെ വീക്ഷിക്കും. എന്ത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്കിതിനെ എങ്ങനെ വിശകലനം ചെയ്യാൻ ഗൗതം? ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗാൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം TMC നേരിടുന്ന പ്രതിസന്ധി ഏറ്റവും കടുത്ത പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ TMC കോൺഗ്രസിലേക്ക് ലയിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നീക്കത്തിൻ്റെ അടിസ്ഥാനം സോണിയാഗാന്ധിയുമായിട്ടുള്ള മമതാ ബാനർജിയുടെ കൂടിക്കാഴ്ചയും പിന്നാലെ രാഹുൽ ഗാന്ധിയുമായി അഭിഷേക് ബാനർജി നടത്തിയ കൂടിക്കാഴ്ചയുമാണ്. 50 മിനിറ്റും 90 മിനിറ്റും നീണ്ടു രണ്ട് കൂടിക്കാഴ്ചകളും TMCയുടെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നുള്ള വിലയിരുത്തലാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഉപാധ്യക്ഷ പദവിയോടുകൂടി കോൺഗ്രസിലേക്കുള്ള മമതാ ബാനർജിയുടെ തിരിച്ചുവരവാണ്. അതിന് ആവശ്യപ്പെടുന്നത് ബംഗാളിൽ TMC കോൺഗ്രസിനൊപ്പം ലയിക്കണം എന്നതാണ്. അതായത് TMC ഒഴിവായി TMC പ്രവർത്തകരും സംവിധാനങ്ങളുമെല്ലാം കോൺഗ്രസ്സായി മാറണം. അങ്ങനെ കോൺഗ്രസ്സായി മാറിക്കഴിഞ്ഞാൽ മമതാ ബാനർജിക്ക് ഉപാധ്യക്ഷ പദവിയോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ തലത്തിൽ തന്നെയുള്ള അർഹമായ പരിഗണന നൽകുമെന്നതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഓഫർ. അതേസമയം നിലവിൽ ഇടഞ്ഞു നിൽക്കുന്ന MLA-മാരും MP-മാരുമുണ്ട്. TMCയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ പഴയ തരത്തിലുള്ള പ്രൗഢി മമതാ ബാനർജിക്ക് നിലവിൽ അവകാശപ്പെടാനുള്ള അവകാശപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് TMC കോൺഗ്രസിൽ ലയിക്കുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസിനൊപ്പം ചേരാനുള്ള ഒരു വിമുഖത അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉപാധ്യക്ഷ പദവിയോടുകൂടി ലയനം സംഭവിച്ചു കഴിഞ്ഞാൽ തൃണമൂൽ എന്നുള്ള സംഘടന ഇല്ലാതാവുകയും കോൺഗ്രസ്സായി മാറുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ താൻ ആദ്യം, അല്ലെങ്കിൽ സേതു സൂചിപ്പിച്ച പോലെ 28 വർഷങ്ങൾക്ക് മുൻപ് ഒരു കലഹമുണ്ടാക്കി അവിടെ നിന്നും പുറത്തു വന്ന് ആരംഭിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി കൊണ്ടുവന്നൊരു സംഘടന, ആ സംഘടന ലയിച്ച് ഇല്ലാതാകുന്നതിന് കാരണക്കാരിയാകണമോ എന്നുള്ള ഒരു ധാർമ്മികമായ പ്രശ്നം കൂടി മമതാ ബാനർജി നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഈ ലയനം ഉപാധി വെച്ചുകൊണ്ടുള്ള ഈ ചേർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒത്തുചേരലിലേക്ക് നിലവിൽ വിമുഖത കാണിക്കുകയാണ് മമതാ ബാനർജി ചെയ്യുന്നത്. ഓക്കെ, ശരി ഗൗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്